ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങാനും രഞ്ജിതയോട് ഞാൻ വക്കീലിനെ കണ്ട കാര്യം അല്ലെങ്കിൽ വക്കീൽ എന്നെ വിളിച്ച കാര്യം പറഞ്ഞു എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഏത് വക്കീലാന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് സുമിത്ര കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പാവം പൂജയുടെ തലയിലേക്ക് അതങ്ങ് കൊണ്ടുവന്ന് വെച്ച് കിട്ടുക. പങ്കജും പൂജയും ഏതു നേരം ഒരുമിച്ചാണല്ലോ. അങ്ങനെ ഒരുമിച്ച് നടന്ന സമയത്ത് വല്ലതും പൂജ പങ്കജിനോട് പറഞ്ഞു കാണും, പങ്കജത്ത് ചെന്ന് അവൻ്റെ അമ്മയോടും പറഞ്ഞു കാണും. അല്ലാതെ മോളെ അമ്മയെ സംശയിക്കല്ലേ മോളെ, അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്കെന്നാലും വിശ്വസിക്കാൻ തോന്നിയല്ലോ. ഈ വീട്ടിൽ നിന്നുകൊണ്ട് നിന്റെ കാരുണ്യത്തിൽ ജീവിക്കുന്ന ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞു മോളെ എന്നൊക്കെ ചോദിച്ചു സുമിത്രയുടെ മുന്നിൽ ഭയങ്കര അഭിനയം. സുമിത്രയാണെങ്കിൽ അതൊക്കെ കേട്ടിട്ടൊന്ന് വിശ്വസിക്കാതെ പല്ലിറുമി പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. കാരണം ഈ തള്ളയെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. സുമിത്ര എന്നിട്ട് ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും കുറേ ഇതൊക്കെ അങ്ങ് സരസ്വതിയമ്മ അങ്ങ് പറഞ്ഞു. കാരണം സരസ്വതിയമ്മ തെറ്റുകാരിയല്ലെന്ന് സുമിത്രയുടെ മുന്നിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സരസ്വതി ഇത്രയ്ക്കൊക്കെ പറഞ്ഞപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ ആ ഒരു ഇഷ്ടക്കുറവില്ലാത്ത രീതിയിൽ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇനിയിപ്പോൾ ആ ഒരു രീതിയിൽ ഈ പുള്ളിക്കാരുടെ മുന്നിൽ പെരുമാറിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിയാണോ ഇതിനകത്ത് കളിച്ചിരിക്കുന്നതെന്ന് അറിയാനൊരു സാഹചര്യം ഒരുങ്ങില്ലല്ലോ. അതുകൊണ്ട് സുമിത്ര ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. സുമിത്ര അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സരസ്വതിയമ്മ, എൻ്റെ ഈശ്വര തൽക്കാലം രക്ഷപ്പെട്ടു. ഒരു കണക്കിന് ആ പെണ്ണ് പങ്കജിൻ്റെ പുറകെ വാലും കഴിച്ച് നടക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും ഇതിൽ നിന്ന് എനിക്ക് ഊരി പോരാനായിട്ട് പറ്റി. ഇല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിഞ്ഞ സുമിത്ര തീർച്ചയായിട്ടും എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടേനെ. ഇവിടുന്നെങ്ങാനും എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോകും? ഒരു പോക്കടവും ഇല്ലാതെ ആരും ഇല്ലാതായി പോയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതേ നമ്മുടെ സരസ്വതി അമ്മ എന്ത് ചെയ്തു, ഈ പുള്ളിക്കാരി കൊടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ പൈസ എടുത്ത് എണ്ണുന്നു. ഇനിയിപ്പോൾ ഇതിൽ നിന്നെങ്ങാനും കുറച്ചെങ്ങാനും കാണാതെ പോയി ഇതൊക്കെ കണ്ടിട്ടുള്ള സംശയം കൊണ്ടാണോ സുമിത്ര ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓടി റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത്, അതായത് സാരിയും പൈസയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നു. സാരി എടുത്ത് ദേഹത്ത് വെച്ച് നോക്കുന്നു. പൈസ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര അതുവഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ ഈ കാണിക്കുന്നതൊക്കെ കണ്ടു. വേഗം അങ്ങോട്ടേക്ക് ചെന്ന് ആ കയ്യിലിരിക്കുന്ന പൈസ, അപ്പോഴേക്കും സുമിത്രയെ കണ്ട സരസ്വതി അമ്മ പൈസ പുറകിലേക്ക് ഇങ്ങനെ മാറ്റിപ്പിടിച്ചു. അപ്പോൾ സുമിത്ര എന്ത് ചെയ്തു, ചെന്നിട്ട് ആ പൈസ തട്ടിപ്പറിച്ച് ഇങ്ങനെ മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കെട്ട് കണക്കിന് പൈസ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്ര ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് എവിടെ നിന്ന് ഇത്രയും വലിയ പൈസ എന്ന് സുമിത്ര ചോദിച്ചു കഴിഞ്ഞപ്പം സരസ്വതിക്ക് മറുപടിയില്ല. ശരണാലയത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ടൊന്നും സുമിത്രയുടെ മുന്നിൽ ഏൽക്കുന്നില്ല. സരസ്വതി അമ്മയെ ഇട്ടിത്തിട്ട് പോരിച്ചു ശരിക്കും സുമിത്ര. നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം നിങ്ങൾ തന്നെയാണല്ലേ ഈ കാര്യങ്ങളൊക്കെ രഞ്ജിതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? രഞ്ജിത തരുന്ന ഭിക്ഷയായിരിക്കും ഇതല്ലേ എന്നൊക്കെ സുമിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ പൊന്നുമോളെ നീ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഒരിക്കലും രഞ്ജിതയുടെ കൂടി മതി, നിർത്തിക്കോ. നിങ്ങളുടെ അഭിനയവും വേഷം കെട്ടും ഇനി എൻ്റെ മുന്നിൽ വേണ്ട. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നതെന്നും നിങ്ങളാണ് ഇതിനെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോൾ, മോളെ അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടായി സരസ്വതി. എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത്, നിങ്ങൾ വിവരം അറിയുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതിയെ എടുത്തിട്ട് പൊരിച്ചു സുമിത്ര. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതായാലും അത് കണ്ടുപിടിക്കും, ആരാണ് എന്നെ ഒറ്റിയതെന്നും വക്കീലിന് ഈ ഒരു അവസ്ഥ വന്നതെന്നും തീർച്ചയായിട്ടും ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അതിൽ അമ്മയുടെ പേരെങ്ങാനും ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവിതമേ ഉണ്ടായെന്ന് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയെ ഭീഷണിപ്പെടുത്തി സുമിത്ര. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി ഒന്ന് ഞെട്ടി. അങ്ങനെ സരസ്വതി ഞെട്ടലോടുകൂടി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിരുദ്ധും അതുപോലെ തന്നെ നമ്മുടെ വിശ്വനും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും പ്രേമ ചായയായിട്ട് വന്നു. അപ്പോൾ പ്രേമ ചായയായിട്ട് 2 കപ്പ് ചായയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേമ ചായയും കൊണ്ട് വന്നു വിശ്വന് ചായ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ വിശ്വൻ പറഞ്ഞു അനിരുദ്ധിനും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രേമ കൊണ്ടുവന്നത് അനിരുദ്ധിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ വിശ്വന് കൊടുക്കാനും പ്രേമയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അങ്ങനെ വലിഞ്ഞു കയറി വന്ന് കിടക്കുന്നവർക്കൊന്നും ഇവിടെ ചായയോ കാപ്പിയോ ഒന്നും ഞാൻ കൊടുക്കില്ല. ഏതായാലും ചുമ്മാ ഇരിക്കുമല്ലേ, പോയി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാൻ പറ, അല്ലാതെ വരുന്നവർക്കും പോകുന്നവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കലല്ല എൻ്റെ പണിയെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രേമ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു വിശ്വൻ. സാരമില്ല അച്ചാന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് നമ്മുടെ അനിരുദ്ധും പറയാം എന്നും പറഞ്ഞൊരു ചിരിയും ചിരിച്ച് പ്രേമ ഇങ്ങനെ നിൽക്കുമ്പം, ഞാനിവിടെ അടയിരിക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും, അല്ലാതെ ആർക്കും ഒരു ഭാരമായിട്ടോ ആരുടെയും ഇഷ്ടക്കേട് കണ്ട് ഞാനിവിടെ നിൽക്കില്ല. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമോ
എന്നോടൊപ്പം അനന്യയും മോളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. കണക്കായിപ്പോയി, നന്നായിപ്പോയി. എത്ര നടക്കാത്ത സ്വപ്നം, എത്ര മനോഹരമായ സ്വപ്നം എന്നുള്ള രീതിയിലൊക്കെ ഈ പ്രേമ ഇങ്ങനെ പറയാം. നീ പോകുന്നെങ്കിൽ പൊക്കോ, പക്ഷേ എൻ്റെ മോളെ നിൻ്റെ കൂടെ വിടില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഞാനാണെന്നും എൻ്റെ മോള് നിൻ്റെ കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, അനന്യയാണ് തീരുമാനം പറയേണ്ടത്. അത് അനന്യ പറയുകയും ചെയ്തോളും. അതിന് നിങ്ങളാരും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിശ്വനിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക. ഈ പ്രേമയാണെന്നുണ്ടെങ്കിൽ അതൊരു മുടക്കോ മൈൻഡുമായിട്ട് കയറി ചെന്നപ്പോഴത്തേക്കും വിശ്വൻ പറഞ്ഞു, ദേ മിണ്ടാതിരിക്കുക, നീ വഴക്കിനൊന്നും പോവണ്ട, അത് ചുമ്മാ പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടായി പ്രേമ. അപ്പം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ അനുവിനെയും കൊച്ചിനെയും കൊണ്ടുപോകും എന്നുള്ള കാര്യം തറപ്പിച്ച് തന്നെ അനിരുദ്ധ് പറയാം. അപ്പോൾ അനിരുദ്ധിൻ്റെ ആ ഒരു ധൈര്യത്തിന് മുന്നിൽ പ്രേമ പിന്നെ ഒന്നിന് കൂടുതൽ സംസാരിക്കാൻ പോയില്ല. സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം പ്രേമയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പ്രേമ കൂടുതൽ സംസാരിക്കാനൊന്നും പോയില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിരുദ്ധ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വിശ്വന് പ്രേമയോട് ചോദിച്ചു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമോ? എന്തായാലും ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ല, അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കണ്ടില്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോളെ ഞാൻ അവൻ്റെ കൂടെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അനന്യ അവൻ്റെ കൂടെ പോകാൻ തയ്യാറായി, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൾ എൻ്റെ മോളാ, അങ്ങനെ അബദ്ധമൊന്നും കയറി കാണിക്കില്ല, അവൾ പോവില്ല, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞായി. പിന്നെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും നീ അവന് ചായ കൊടുക്കാതിരുന്ന മോശം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവന് ഞാൻ ചായ കൊടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രേമ എന്നെ അങ്ങനെ ആ ഒരു സംസാരം അവർ സംസാരിക്കുന്നു. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്ര ഇങ്ങനെ സരസ്വതിയെ പറ്റിയുള്ള ആലോചനകളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ഇരിക്കുക. സരസ്വതി അന്നേരത്തേക്ക് ഇപ്പം മാക്സിമം സുമിത്രയ്ക്ക് മുഖം കൊടുക്കാതെ ഒളിഞ്ഞൊളിഞ്ഞൊളിഞ്ഞ് നടക്കുക. എന്നിട്ട് അവിടെ മാറി നിന്ന് സുമിത്രയെ നോക്കും, ഇവിടെ മാറി നിന്ന് സുമിത്രയെ നോക്കും. എന്താണ് സുമിത്ര കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ചെക്കിങ്. അപ്പോൾ ദേഷ്യപ്പെട്ട അനിരുദ്ധ് മുകളിലേക്ക് കയറി ചെന്ന സമയം അനന്യ അതും കണ്ട് അങ്ങോട്ടേക്ക് വന്നു. അനന്യ വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റിയെന്ന് ചോദിച്ചു. നിൻ്റെ അമ്മയാണ് കാരണം എന്നിങ്ങനെ അന്നേരം പറഞ്ഞു. എൻ്റെ അമ്മ എന്താ ചെയ്തത്? ഞാൻ ഈ വീട്ടിൽ തന്നെ എന്നും സ്ഥിരതാമസത്തിന് വന്നിരിക്കുന്നതാണെന്നാണ് നിൻ്റെ അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് നിൻ്റെ അമ്മയ്ക്ക് അറിയില്ല. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് പറയാം. എൻ്റെ അമ്മയെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആരും എന്നെ ഇതുപോലെ പന്ത് തട്ടില്ലായിരുന്നു എന്നും എനിക്ക് എൻ്റെ സങ്കടങ്ങൾ ചെന്ന് പറയാൻ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടായേനെ. പക്ഷേ ഇതിപ്പോൾ ആരുമില്ല, എനിക്ക് എൻ്റേതായ സങ്കടങ്ങൾ പറയാൻ ഒരു നിവർത്തിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അമ്മ ജീവനോടെയുള്ള കാര്യം അനന്യയ്ക്ക് അറിയാലോ. അനന്യ എന്നിടത്തൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കും, അനിരുദ്ധിനോടൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട്. അനിരുദ്ധ നേരത്തേക്കും ഇങ്ങനെ എന്താ പറയുന്നത്, ആകെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് പറയണം എന്നുള്ളത് കൊണ്ട് തന്നെ പറയാൻ ആഞ്ഞു വന്നതുമാണ്. പക്ഷേ ഇനിയിപ്പോൾ താനായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് തന്നെ അത് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അനന്യ പറയാൻ വന്നത് അങ്ങ് വിഴുങ്ങി വിട്ടു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാകുമെന്നുള്ള കാര്യം അനന്യയ്ക്ക് അറിയാം. സ്വന്തം അമ്മ ജീവനോട് ഇരുന്നിട്ടും മരിച്ചു പോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടവും മകൻ പറഞ്ഞിട്ടും അതിനും ആരും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നും പറഞ്ഞു. അപ്പം പിന്നെ തീർച്ചയായിട്ടും അനിരുദ്ധ് പ്രതികരിക്കുമല്ലോ. എന്തായാലും ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂജ പോയിട്ട് വീട്ടിലേക്ക് വന്നു. പൂജ വീട്ടിലേക്ക് വന്ന സമയത്ത് സരസ്വതി അമ്മ ഇങ്ങനെ പാത്തും പതുങ്ങിയും നടക്കുക. കാരണം ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്നറിയാം. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര പൂജയെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മോളെ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം അമ്മയെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താ അച്ഛമ്മ എന്തെങ്കിലും ചെയ്തോ അമ്മേ? അവരെ എനിക്ക് നല്ല സംശയമുണ്ട് മോളെ. ഇന്ന് വക്കീലിനുണ്ടായ ആക്സിഡൻറ്റും അതുപോലെ തന്നെ രഞ്ജിത ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും എനിക്ക് അവരെ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ഇനി അമ്മയുടെ മുന്നിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പോലും സംസാരിച്ചു പോയേക്കരുത് എന്ന് സുമിത്ര പൂജയോട് പറയുന്നു. അങ്ങനെ പൂജയോട് ഇത് പറയുന്നതും സരസ്വതി അമ്മ അപ്പുറം മാറി വന്ന് നിന്ന് കേൾക്കുക. അപ്പോൾ അങ്ങനെയാണല്ലേ, അമ്മയും മോളും കൂടി ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും കണ്ടുപിടിക്കാനുള്ളതൊക്കെ ഈ സരസ്വതി കണ്ടുപിടിക്കും. സരസ്വതിയോടാ നിൻ്റെയൊക്കെ കളി. കളി ഞാൻ പഠിപ്പിക്കാവടി, കളി ഞാൻ കാണിച്ചു തരാവടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും സരസ്വതി അമ്മയെ തെളിവ് സഹിതം പൊക്കിയിട്ടും സരസ്വതി അമ്മയ്ക്ക് ഒരു കൂസലും ഇല്ല. അങ്ങനെ സുമിത്രയും പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും സരസ്വതി അമ്മയുടെ കാര്യം പറഞ്ഞു. എന്നാൽ ഈ അച്ഛമ്മ എന്ത് പണി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അവരെ വീട്ടിൽ കയറ്റിയതാ മോളെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ പറഞ്ഞപ്പോൾ സരസ്വതി അമ്മ എന്ന ഇറക്കി വിടാനെന്നുള്ള രീതിയിൽ പൂജ പറയാം. അപ്പോൾ
ഒരു പ്രായമായ സ്ത്രീയല്ലേ, അവരെ എങ്ങനെ ഇറക്കി വിടുന്നത് എന്ന് സുമിത്ര ചോദിക്കുക. പിന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് ഇതുപോലത്തെ ചതികളൊക്കെ ചെയ്തിട്ട് അവർ നമ്മൾ എങ്ങനെ സഹിക്കും അമ്മേ എന്നൊക്കെ അന്നേരം മകൾ അമ്മയോട് ചോദിച്ചു. അപ്പോൾ ഈ സുമിത്രയും അതുപോലെ തന്നെ നമ്മുടെ പൂജയും തമ്മിലുള്ള ആ ഒരു അടുപ്പവും ആത്മബന്ധവും ഒക്കെ നമ്മുടെ ഈ പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അമ്മയെയും മോളെയും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിക്കണം, അവർ രണ്ടുപേരെയും കൂടെ തെറ്റിച്ചാൽ മാത്രമേ എനിക്കിനി മുന്നോട്ടുള്ളത് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് സരസ്വതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പൂജയെയും സുമിത്രയെയും തമ്മിൽ തെറ്റിക്കണം എന്നുള്ളൊരു ധാരണയുമായിട്ട് സരസ്വതി മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ കഥയിലുള്ളത്. അല്ല, അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.